ഓം ശ്രീ മഹാകാളി വരാഗി വജ്രകോശി നമ. നമസ്കാരം, ഞാൻ രാഘുമാർ ശ്രീരാമൻ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്ന് അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം മേടക്കൂറുകാരുടെ 17/8/2025 മുതൽ 16/8/2026 വരെയുള്ള പൊതുവായ നക്ഷത്രഫലം ആണ് പറയുന്നത്. വ്യാഴം 3ഉം 4ഉം ഭാവങ്ങളിലും ശനി 12-ാം ഭാവത്തിലും രാഹു 11-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് സ്ഥാനഭ്രംശത്തിന് സാധ്യതകൾ ഏറെയാണ്. ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങൾ, കാര്യതടസ്സം, അലച്ചിൽ ഇതൊക്കെ കൂടാൻ സാധ്യതകൾ ഏറെയുണ്ട്. എന്നിരുന്നാലും വിദ്യാലാഭം, ആരോഗ്യം, ഭൂമിലാഭം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. കന്നിമാസം തൊട്ട് ശത്രുക്കളുമായുള്ള തർക്കം തീരുകയും രോഗശമനവും വിജയവും ധനവരവും ഇങ്ങനെ സകല കാര്യങ്ങളിലും അനുകൂലമാവുകയും ചെയ്യും. കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കുകയും പൊതുകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്യും. തുലാമാസത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം. ഉദരരോഗം, യാത്രാക്ലേശം, കലഹങ്ങൾ, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തേക്കാൾ മിത്രങ്ങളിൽ നിന്നുപോലും ശകലം അകലം പാലിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ വൃശ്ചിക മാസം പൊതുവെ അനുകൂലമാണ്. ജോലി സാധ്യതയേറെയാണ്. ശത്രുനാശം, രോഗനാശം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ കഴിവ് പ്രകടിപ്പിക്കും. ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ധനുമാസത്തിൽ ഇഷ്ടഭക്ഷണത്തിനും സുഖശയനത്തിനും അവസരം. ഭക്തികാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും. പങ്കാളിത്ത വിജയമുണ്ടാകും. കിട്ടാനുള്ള പണം ലഭിക്കും. എന്നാൽ മകരമാസത്തിൽ ഉത്തരവാദിത്വം കൂടും. ജീവിത വിജയം സാധ്യമാകും. സഹപ്രവർത്തകരിൽ നിന്നും നേട്ടം കൈവരിക്കും. കുംഭമാസത്തിൽ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നേട്ടമുണ്ടാകും. കഠിന പ്രയത്നത്തിനൊടുവിൽ നേട്ടം കൈവരിക്കും. മതപരമായ വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കും. മീനമാസത്തിൽ ശത്രുവിജയമുണ്ടാകും. പുതിയ മാറ്റങ്ങളോട് താല്പര്യം കാണിക്കും. എന്നിരുന്നാലും ആരിലും അമിതമായി വിശ്വാസം കാണിക്കാതിരിക്കുക. പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. മേടമാസത്തിലും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുമെങ്കിലും ചതിയിൽപ്പെടാൻ സാധ്യതയേറെയാണ്. ഇടവമാസത്തിൽ ബന്ധുകലഹം കാരണം പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് ഇവർ വിധേയനാകും. ധനനഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. രക്തരോഗം, പിത്തരോഗം, നേത്രരോഗം ഇവയ്ക്കൊക്കെ സാധ്യതയേറെയാണ്. മിഥുനമാസത്തിൽ കേസുമായി ബന്ധപ്പെട്ടവർക്ക് വിജയസാധ്യതയേറെയാണ്. വലിയ നേട്ടങ്ങൾക്കായി വൻതോതിൽ ചെലവ് ചെയ്യാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. കർക്കിടക മാസത്തിൽ തൊഴിൽ മേഖലകളിൽ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. ഊഹിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ ഗുണം ചെയ്യും. ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായും വരും. ഈ നക്ഷത്രക്കാർ ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കത്തിക്കുന്നതും പക്കം നാളിന് എള്ള് പായസം നേർച്ചയായി നടത്തുന്നതും നന്നായിരിക്കും. രാഹുദോഷ നിവാരണത്തിനായിട്ട് ഗണപതി ഭഗവാന് കറുകമാല ചാർത്തുന്നതും ഉത്തമമാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്.